വിഴിഞ്ഞത്തിൻ്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒബ്ലിഗേഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന 531 എന്ന് പറയുന്നൊരു ക്ലോസ് ഉണ്ട്. അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രയറായിട്ടുള്ള അനുവാദമില്ലാതെ കൈമാറ്റം ചെയ്യാൻ പാടില്ല. അവരുടെ കൈമാറ്റം ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. അവർക്ക് 26% ഷെയർ കൈവശം വച്ചിട്ട് അവരുടെ ഷെയർ അവർക്ക് കൈമാറ്റം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും എഗ്രിമെൻറ്റ് പറയാനില്ല. പക്ഷേ ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് എന്ന് അതിനകത്ത് എഗ്രിമെൻറ്റ് വളരെ ക്ലിയറാണ്. ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടുള്ളതാണ് എഗ്രിമെൻറ്റിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ആക്ഷേപം പറയുന്നത് അതിനകത്ത് ഈ കുത്തകവൽക്കരണം വരുമെന്നാണ്. അതും ആ എഗ്രിമെൻറ്റിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാനത് കോട്ട് ചെയ്യാൻ അത് 581 എന്ന് പറയുന്ന ക്ലോസിൽ സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ക്ലോസ് 582 ദ കൺസെഷണർ ഷാൽ മാനേജ് ആൻഡ് ഓപ്പറേറ്റ് ദ പോർട്ട് ഓൺ എ കോമൺ യൂസർ ബേസിസ് ആൻഡ് പ്രൊവൈഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസ് ടു ആൾ വെസൽസ്. വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതാണെന്നാണ് എനിക്ക്. അതിനകത്ത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ചെറിയ സ്ഥലം കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചെറിയ കടയിൽ ഷെയർ എടുക്കണം. അങ്ങനെ ഷെയർ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ആ സ്ഥാപനത്തിൻ്റെ വയബിലിറ്റി സംബന്ധിച്ച് എന്തായാലും ഒരു പരിശോധന നടത്തൂല്ലേ, ദീർഘകാലത്തെ പരിശോധന നടത്തില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പത്രങ്ങളിലൂടെ മനസ്സിലായത് 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് അദാനി മറ്റേ പോർട്ട് സ്പെഷ്യൽ വെഹിക്കിൾ കമ്പനിയുമായിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. അദാനി SPV ഉണ്ട് അവിടെ. ആ SPV വഴി 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കഴിഞ്ഞ കുറേ മാസങ്ങളെ അല്ലെങ്കിൽ കൊല്ലത്തിലധികമായിട്ട് അവരവിടെ പരിശോധന നടത്തുന്നുണ്ടാവും, അവരുടെ ഓഡിറ്റിംഗ് അവിടെ നടത്തുന്നുണ്ടാവും. കാരണം ഏതൊരാൾക്കും ആദ്യം വേണ്ടത് മുടക്കുന്ന പണത്തിൻ്റെ സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ അതിൻ്റെ വയബിലിറ്റി എന്താണെന്ന് അവർ നോക്കിക്കാണും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ് അത് അറിഞ്ഞ് കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അറിയാത്ത ഭാവം നടിക്കുന്നതാണ്. കാരണം ഇവർ ഗവൺമെൻറ് നടത്തിയ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട കോൺക്ലേവിൽ ഈ മെറിഡിയൻ കമ്പനിയുടെ ഷിപ്പിംഗ് MSC കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുത്തതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതെല്ലാം വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.